കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അച്ഛൻ കല്യാണത്തിന് വരണം. ഒരു നിമിഷം എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണം. സാധ്യമല്ല. ഈ വീട്ടിൽ നിന്ന് ആരും നിന്റെ കല്യാണത്തിന് വരാൻ പോകുന്നില്ല ശാരികെ. ഇറങ്ങിപ്പോടി. അവളുടെ ഒരു കല്യാണം. ഇനി ഇറങ്ങി പോയില്ലെങ്കിൽ മൂന്നിനെ കഴുത്തിന് പിടിച്ച് ഗേറ്റിന് പുറത്താക്കും ഞാൻ. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. മക്കളെ, അർഹതയില്ലാത്തത് ആഗ്രഹിച്ചു പോയി. അത് നമ്മുടെ തെറ്റ്. വാ. അവളുടെ ഒരു കല്യാണവും പുലകുളിയും. ഒരു മനുഷ്യ സ്ത്രീ ഉപേക്ഷിച്ചിട്ട് ഒരു രക്തരക്ഷസിനെ കല്യാണം കഴിക്കാൻ എന്ത് പറ്റിയെന്നാ ചോദിച്ചത്. കാറിടിച്ച് ബോധം പോയി പെരുവഴിയിൽ കിടന്നിരുന്ന ഇയാളെ താങ്ങിയെടുത്ത് ഇവിടെ എത്തിച്ചത് ഈ അമ്മയും മകളും കൂടിയാ. അല്ലെങ്കിൽ അവിടെ കിടന്ന് ചോര വാർന്ന് മരിച്ചു പോയനെ ഇയാള്. ബ്ലഡ് വേണോന്ന് പറഞ്ഞപ്പോ ഈ അമ്മയും മകളുവാ സ്വന്തം ഞരമ്പിലെ ചോര ഊറ്റി കൊടുത്തതുപോലും. ഇതെന്താ വല്യേച്ചി, അമ്മ വന്നീ അടച്ചു കഴിഞ്ഞ അമ്പലത്തിൽ തൊഴുന്നത്? നീയൊന്നും മിണ്ടാതിരിക്കേ. ഒരു വലിയ ഷോക്ക് കിട്ടിയതല്ലേ. കുറച്ചു നേരം തൊഴുത് കണ്ണടച്ച് നിന്നാ സമാധാനം കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ. നീയും ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കേ. അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? നമ്മൾ നമ്മുടെ കടമ ചെയ്തു. തിരിച്ചു അതുപോലെ പെരുമാറാത്തത് അവരുടെ കുറ്റമല്ലേ? അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യങ്ങളല്ലേ മോളെ, നമുക്കറിയാൻ പറ്റാത്തതുകൊണ്ടാ. ഓ, എന്ത് സാഹചര്യം? ഈ അച്ഛൻ ആധാരം സൊമ്മനസാല എടുത്തു തന്നതാണോന്നാ എനിക്കിപ്പോ ബലമായ സംശയം. അതാ എനിക്ക് മനസ്സിലാവാത്തത്. അന്ന് നടന്നതൊന്നും
ഓർമ്മയുള്ള ഭാവമേ ഇല്ല അച്ഛന്. ചിലപ്പോ ആധാരം കൂടാതെ 30 പവനും കൂടി നമ്മൾ ചോദിക്കുമെന്ന് പേടിച്ചിട്ടുണ്ടാവും രാജേശ്വരി. അതിന് നമ്മൾ അവരോട് ആഭരണമൊന്നും ചോദിച്ചില്ലല്ലോ. അതെന്തായാലും എനിക്കിപ്പോ ഉള്ളത് വേറൊരു സംശയ. അവര് ചിലപ്പോ ആധാരം നമ്മൾ മോഷ്ടിച്ചതാന്ന് പറഞ്ഞ് കേസ് കൊടുത്താലോ? നമ്മൾ പെട്ടില്ലേ അതോടെ? ചങ്കില് തീ കോരിയിടല്ലേ നീ. അത് പോളച്ചന്റെ അടുത്ത് പണയം വെച്ച് വാങ്ങിച്ച പണവും സ്വർണവും ചില്ലറയൊന്നും അല്ല. എന്റെ ഭഗവാനെ, ആപത്തൊന്നും വരുത്തല്ലേ നീ. മോളെ ശാരികെ, മുമ്പേ പറഞ്ഞല്ലേ അച്ഛൻ ഈ വിവാഹത്തിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ലെന്ന്. പിന്നെന്തിനാ 3 നാൾ കൂടി അങ്ങോട്ട് കയറി വന്നത്? മോൾ അച്ഛനോട് വിഷമമൊന്നും വിചാരിക്കരുത്. ഉള്ളിൽ ഒരു സങ്കടവും പാടില്ല. പുതിയൊരു ജീവിതത്തിലേക്ക് കാലുവയ്ക്കാൻ നീ. അച്ഛന്റെ പ്രാർത്ഥന കൂടെ ഉണ്ടാവും, ഒപ്പം അനുഗ്രഹവും. ഇതേ ഉള്ളു തരാനിപ്പോ അച്ഛന്റെ കയ്യില്. സന്തോഷമായിട്ടിരിക്കെ. ആ ആധാരം പണയം കൊടുത്താ ഈ കല്യാണം നടത്തുന്നത്. ആയിക്കോട്ടെ, നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാ അത്. പക്ഷെ പരസ്യമായി അതൊന്നും പറയാനോ പ്രകടിപ്പിക്കാനോ എനിക്ക് പറ്റില്ല. രാജേശ്വരി അറിയാതെ ഞാൻ ഇങ്ങോട്ട്. മനസ്സിലാവുന്നുണ്ട്. കല്യാണത്തിന് പറഞ്ഞില്ലേ ശാരദേ, വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആളായി വന്ന് നിൽക്കാൻ പറ്റില്ല. എന്റെ അവസ്ഥ നീ മനസ്സിലാക്കണം. പോട്ടെ, ചിലപ്പോ രാജേശ്വരിയോ ബാലേന്ദ്രനോ അന്വേഷിച്ചു വന്നെന്നിരിക്കും. നിങ്ങൾ ഇവിടെ കാണുമെന്നൊരു ഊഹം വെച്ചാ ഇങ്ങോട്ട് വന്നത്. കണ്ടു, ഇനി പോണം. എല്ലാം നന്നായിരിക്കട്ടെ. ഇതെന്താ സ്വപ്നമാണോ അതോ സത്യമാണോ? ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ. സ്വപ്നമല്ല, സത്യം. എല്ലാവരും എല്ലാ കാലവും മോശക്കാരാവില്ല. ചെയ്ത തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ തയ്യാറാവുമ്പോഴാ മനുഷ്യന് മഹത്വം കൂടുന്നത്. ക്ഷമിക്കുന്നവർക്ക് കിട്ടുന്നത് ദൈവത്തിന്റെ സ്ഥാനവും. ശാരിക ആഗ്രഹിച്ച പോലെ ഇവക്ക് അച്ഛന്റെ അനുഗ്രഹം ലഭിച്ചല്ലോ. എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുകയെന്ന് എന്റെ മനസ്സ് പറയുന്നത്. എല്ലാം ദൈവാനുഗ്രഹം മാത്രം. രാജേശ്വരിയോ? പോളച്ചനില്ലേ? ഉണ്ടല്ലോ, വാ. ഇരിക്ക്, ഞാൻ വിളിക്കാം. അച്ചായ, എന്നതാ മെഴ്സി? രാജേശ്വരി കാണാൻ വന്നിരിക്കുന്നു. ഞാൻ ദേ വരുന്നു.
അയ്യോ, രാജേശ്വരിയോ? പോളച്ച, വഴിയിലൊരു പാമ്പ് കിടക്കുന്നു. അയ്യോ, ഏത് വഴിയില്? ഞാനൊരു ഉപമ പറഞ്ഞതാ. രാജേശ്വരി, ഞാനൊരു പാവം കാഞ്ഞറ വിളിക്കാരനാ. ഈ ഉപമയോ ഉപന്യാസമൊന്നും എനിക്ക് മനസ്സിലാവില്ല. നേരെ പോയി കാര്യം പറയുന്നേ. പറഞ്ഞത് പൂർത്തിയാക്കിക്കോട്ടെ. വഴിയിലൊരു പാമ്പ് കിടക്കുന്നു മുന്നറിയിപ്പ് തരാനേ എനിക്ക് കഴിയൂ. ആ വഴി തന്നെ പോയി കടികിട്ടിയാ ഞാൻ ഉത്തരവാദിയല്ല. രാജേശ്വരി, ഏത് വഴിയുടെ കാര്യമായി പറയുന്നേ? ശാരദയുടെ മകള് ശാരികയുടെ കല്യാണം നടക്കുന്നു. നടക്കട്ടെ. ഒരു പെണ്ണ് മിന്നിയെട്ടി പോകുന്നത് നല്ല കാര്യമല്ലേ? 30 പവൻ സ്ത്രീധനം അടക്കം കൊടുക്കാൻ പണം അവർക്ക് എവിടുന്ന് കിട്ടി? ഞാൻ കൊടുത്തു. 30 പവൻ മാത്രമല്ല, 10 ലക്ഷം രൂപയും. ശാരദ ചതിക്കൊന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നതല്ലേ നിങ്ങൾക്ക് ഞാൻ? പോളച്ചൻ പണം ആറ്റിക്കളയാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ഇതിൽ ചതിയുടെ പ്രശ്നമൊന്നും ഇല്ല രാജേശ്വരി. വേണ്ടത്ര ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവർക്ക് സ്വർണവും പണവും കൊടുത്തത്. എന്തുറപ്പ്? അവരെനിക്ക് ഭൂമിയുടെ ആധാരം കൊണ്ട് തന്നില്ലേ? കോടികൾ മതിക്കുന്ന ഭൂമിയും വീടുമാത്. അതിന് ശാരദയ്ക്ക് എവിടുന്ന ഭൂമി? കേറി കിടക്കുന്നത് തന്നെ എന്റെ ഭർത്താവിന്റെ പേരിലുള്ള മണ്ണില. അതിന്റെ ആധാരം ഇരിക്കുന്നത് എന്റെ അലമാരയിലും. അതിനത് ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിരിക്കുന്ന വീടിന്റെ ആധാരമാണെന്ന് ആര് പറഞ്ഞു? പിന്നെ സത്യഭാമയുടെ വീടിന്റെ ആധാരം. സത്യഭാമയുടെയോ? പോളച്ചൻ സത്യം തന്നെയാണോ ഈ പറയുന്നത്? രാജേശ്വരി, പ്രായം ഇത്രയായെങ്കിലും എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. പോരെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പോളച്ചന് തെറ്റുപറ്റുകയില്ല. ശാരദാമ്മയുടെ മകൾ ശാലിനിയ ആധാരയുടെ പണയത്തിന് തന്നത്. ശാലിനി വന്ന് ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കാൻ സത്യഭാമയുടെ മകൻ വിഷ്ണു വിളിച്ചു പറയുകയും ചെയ്തു. പിന്നെ എനിക്കെന്തു നോക്കാനാ? വെറും 30 പവനും 10 ലക്ഷം രൂപയും കൊടുത്തിട്ട് കോടികളുടെ മുതലല്ലേ ഞാൻ പണയത്തിനെടുത്തിരിക്കുന്നു. അല്ല, സത്യഭാമയ്ക്ക് ഇപ്പം പണത്തിന് തെരഞ്ഞെടുക്കുക എന്നാന്നുള്ളതാ. എന്നാലും ഇത് വലിയ ചതിയായി പോയി പോളച്ച. സത്യത്തിൽ രാജേശ്വരിയുടെ പ്രശ്നം എന്നതാ? ഞാൻ പൊന്നും പണവും കൊടുത്തോ അതോ ശാരികയുടെ കല്യാണം നടക്കുന്നതോ? ഞാൻ ഇറങ്ങുന്നു. ആർക്കായിപ്പോ ഈ ചായ? രാജേശ്വരി പോയോ? തൽക്കാലം അവര് ചായ കുടിക്കണ്ട, ഞാൻ കുടിച്ചോളാം. പട്ടിയോട്ട് തിന്നുകയില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ലെന്ന് പറഞ്ഞ പോലെ ചാക്കിനും മുടക്കികള്. എന്നാലും സത്യഭാമയുടെ വീടിന്റെ ആധാരം എങ്ങനെ ശാലിനി കൊണ്ടുവന്ന് പണയം വെച്ചു? ആ, സുസ്മിതയൊന്ന് വിളിച്ചു നോക്കാം. ശാലിനി ഇതുവരെ കണ്ടില്ലല്ലോ. ഞാൻ വിളിച്ചു പറഞ്ഞതുകൊണ്ട് പോളച്ച ഉറപ്പായിട്ടും പണം കൊടുത്തിട്ടുണ്ട്. പോളച്ചൻ പണം കൊടുത്തിട്ടുണ്ടാവും വിഷ്ണുവേട്ടാ. പക്ഷേ അതോടെ മൊത്തം പൊളി. എവിടെയാണ് നിന്റെ ഭാര്യ? എന്താ നീയൊന്നും മിണ്ടാത്തത്? പോയ വഴിയെന്നാണോ? ദേ, ഈ വീടിനൊരു ചിട്ടയുണ്ട്, അതൊന്ന് പറഞ്ഞു കൊടുത്തേക്കണം.
അതൊക്കെ ഈ സുസ്മിതയെ കണ്ടു പഠിക്കും. എവിടെ പോയാലും പറഞ്ഞിട്ടേ പോകൂ. പറഞ്ഞ സമയത്ത് തന്നെ തിരിച്ചെത്തുകയും ചെയ്യും. അതൊക്കെയാണ് കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളുടെ ലക്ഷണം. ശാലിനി അല്പം താമസിച്ചാലും ചെയ്തിട്ട് വരുന്നത് നല്ല കാര്യം തന്നെയായിരിക്കും അമ്മേ. അത് കലക്കി. അല്ല ഭാമേ, ഈ കോഫിയുടെ കാര്യം പറഞ്ഞത്. അല്ല, സാധാരണ നീ ഉണ്ടാക്കുന്ന കോഫി അല്ലല്ലോ ഇത്. എന്താ, നല്ല കോഫി ഉണ്ടാക്കാനുള്ള ടിപ്സ് എല്ലാം പറഞ്ഞു തന്നോ ശാലിനി? രാഘവേട്ട, ഈയിടെയായിട്ട് രാഘവേട്ടന് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. എവിടെയായിരുന്നു ഇത്രയും നേരം? ഓ, ജാമ്യത്തിന് അമ്മയും കൊണ്ട് വന്നിരിക്കുക അല്ലേ? അതിനല്ല അമ്മ വന്നത്. നമസ്കാരം. ആ മുഖം കണ്ടില്ലേ? ഇങ്ങോട്ട് വരുമ്പോ നനഞ്ഞ പൂച്ചക്കുഞ്ഞിനെ പോലിരിക്കും. ഇവിടുന്ന് ഇറങ്ങുമ്പോ ഈ വീടിന്റെ അടിവേര് തന്നെ ഇളക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. ഈ പഴയ കാര്യങ്ങളൊക്കെ എന്തിനാണ് അമ്മ വീണ്ടും കുത്തിയിളക്കുന്നേ? ആന്റി, പഴയതൊന്നും ചെയ്യേണ്ടെന്ന എന്റെ അഭിപ്രായം. നോക്കണം ശാരദേ, നിങ്ങൾ ഇവിടെ വന്നപ്പോഴെല്ലാം ഇവൾക്ക് ദ്രോഹം ചെയ്തിട്ടുള്ളത്. എന്നിട്ടും അതെല്ലാം ക്ഷമിക്കാനുള്ള അവളുടെ ആ മനസ്സ്, അത് കണ്ടു പഠിക്കണം. ഓണം കുറച്ച് കൂടുതൽ ഉണ്ടോന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓണത്തിന്റെ കഥ പറയാനല്ല, ശാരികച്ചിയുടെ കല്യാണം വിളിക്കാൻ അമ്മ വന്നത്. സത്യമാണോ? ഇപ്പൊ കിടന്ന് തുള്ളിക്കോ. ഈ ആഹ്ലാദമൊക്കെ കുറച്ചു കഴിയുമ്പോ പൊട്ടിക്കരച്ചിലാവും. മനസ്സിൽ നീരസമൊന്നും വച്ചോണ്ടിരിക്കരുത്. എല്ലാരും കൂടി വിവാഹത്തിനെത്തണം. ചടങ്ങിനും വിരുന്നിനും ഒക്കെ പങ്കെടുക്കണം. എന്റെ മകളെ അനുഗ്രഹിക്കണം. നാളെ ഇവളുടെ വിവാഹോ? അതും പെട്ടെന്ന് തീരുമാനിച്ചതാ. കുട്ടി ഇങ്ങ് വരും. കല്യാണപ്പുടവയാ. ഈ സത്യഭാമയുടെ വകയൊരു സമ്മാനം. വാങ്ങിച്ചോ മോളെ. സത്യമ്മ നിനക്ക് സ്വന്തം അമ്മയെ പോലെ. എന്നാ ശാരദ നിങ്ങളുടെ മകളുടെ വിവാഹം? നാളെയാ. നാളെ. ഓർമ്മയുണ്ട് ശാരദേ, ഇതുപോലൊരു കല്യാണ തലേന്ന് അന്ന് ഞാൻ എന്റെ മകന്റെ കല്യാണം ക്ഷണിക്കാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അന്ന് നിങ്ങൾ പറഞ്ഞു പിറ്റേന്ന് നിങ്ങളുടെ മകളുടെ വിവാഹമാണെന്ന്. ഞാൻ അവളെ മനസ്സാ അനുഗ്രഹിച്ചു. വിവാഹ സമ്മാനമായി ഒരു പുടവയും കൊടുത്തു. പിറ്റേന്ന് നിങ്ങളുടെ മകൾ എന്താ ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? അതേ പുടവയും ചുറ്റി എന്റെ മകന്റെ കൈയും പിടിച്ച് അവന്റെ കല്യാണം നടക്കാനിരുന്ന മണ്ഡപത്തിലേക്ക് കയറി വന്നു.
നാട്ടിലും വീട്ടിലും ഒരുപാട് മനസ്സുകളിലും അതുണ്ടാക്കിയ ഭൂകമ്പം ഇനിയും അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഭസ്മാസുരന് നൽകിയ വരം പോലെ ഇനിയൊരു അനുഗ്രഹം കൂടി തരാനില്ല ശാരദ.